അപ്പൊ ഇനി നമ്മൾ തിരൂക്കാരും പൊന്നാനിക്കാരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. വെറും അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്കും കുന്ന് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ചെല്ലൂർ കുന്ന്. നിൽക്കുന്നത് നമ്മുടെ ചെല്ലൂർ കുന്നിലാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും, അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ടതും ഒപ്പം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ അറിയുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിട്ടും കുറച്ച് ദിവസം മുന്നാണ് കേട്ടോ ഈ സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾ അറിയണത്. ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടപ്പോൾ എന്താ നമ്മളിത് അറിയാതെ പോയതെന്ന് ഒത്തിരി ചിന്തിച്ചുട്ടാ. അന്ന് പ്ലാൻ ചെയ്തതാണ് എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങണമെന്ന്. അപ്പം നമ്മൾ പോകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മഴ ഉണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്യൂല്ലേന്നൊന്നും അറിയില്ലായിരുന്നു, എന്നാലും ഇറങ്ങിയതല്ലേന്ന് കരുതിയേ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ ചെല്ലൂർ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പെരുന്തല്ലൂര് വീരാഞ്ചിറ തിരുനാവായ ആ ഒരു റൂട്ടിനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെമ്പിക്കലെത്തിയാൽ ലെഫ്റ്റിലേക്ക് തിരിയാണേ. ഇവിടെ ഗേറ്റ് അടവ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. ശേഷം നമ്മൾ ആദ്യം വരുന്ന അങ്ങാടിയിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു റോഡ് വരുന്നുണ്ട് കേട്ടോ. ഒരു കയറ്റം കയറുന്ന റോഡാണ്, അതിനാണ് നമ്മൾ പോകേണ്ടത്. ഞങ്ങളും ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ റൂട്ടൊന്നും ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കറക്റ്റ് വഴി അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്താനാവുന്ന സമയത്ത് ചെറുതായിട്ട് വഴിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും അവിടെയുള്ള ആൾക്കാരോട് ഒന്ന് വഴി ചോദിക്കുന്നത് നല്ലതാണേ. അങ്ങനെ നമ്മൾ ഉൾറോട്ടിലൂടെ പോയിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു തിരിച്ചിൽ വരുന്നുണ്ട്. ഈ റോട്ടിന് വന്നാൽ പിന്നെ ചുറ്റുഭാഗത്തായിട്ടും നല്ല പാടങ്ങളും നെൽകൃഷിയും ഒക്കെ ആയിട്ട് നല്ല രസം കിട്ടും ഇവിടെയൊക്കെ കാണാനായിട്ട്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ ചെല്ലൂർ കുന്നിലേക്ക് എത്തുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ മൂന്നാറും അതുപോലെ ഇടുക്കി വയനാടൊക്കെ പോയിട്ട് തോനെ കുന്നുകളും മലൊക്കെ കാണുമല്ലോ. ആ ഒരു എക്സ്പെക്ടേഷനിൽ ഒരിക്കലും ഇത് കാണരുത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ ഒരു കുഞ്ഞു കുന്നാണേ. നമ്മൾ മലപ്പുറക്കാർ എപ്പോഴും കുന്നെന്നൊക്കെ പറയുമ്പോൾ കോട്ടക്കുന്നൊക്കെ അല്ലേ പോവാറ്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മുടെ മലപ്പുറക്കാർക്ക് കുന്ന് എന്നൊക്കെ പറയുമ്പോൾ സുപരിചിതമായിട്ടുള്ളത് കോട്ടക്കുന്നാണല്ലോ അല്ലേ. മലപ്പുറത്ത് പോയിട്ട് കോട്ടക്കുന്ന് കാണാന്നുള്ളത് ഈ തിരൂര്, കുറ്റിപ്പുറം അതുപോലെ പൊന്നാനി ഭാഗത്തുള്ളവർക്കൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം അത്യാവശ്യം ഓടാനുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ തിരൂക്കാരും പൊന്നാനിക്കാരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. വെറും അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്കും കുന്ന് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ചെല്ലൂർ കുന്ന്. കഷ്ടിച്ച് അരമണിക്കൂർ ഇങ്ങോട്ട് യാത്ര ഉള്ളൂ. നമ്മൾ ഈ കുന്നിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റൂട്ടാ. നമ്മൾ അവിടെ ഇവിടെ നിർത്തിയിട്ട് നടന്നു വരേണ്ട കാര്യമൊന്നുമില്ലേ. നമ്മളിവിടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസും കൂടി കിട്ടൂട്ടാ. 18 ഏക്കറിന് മുകളിലായിട്ട് വിശാലമായി വളരെ മനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ചെല്ലൂർ കുന്നിന്റെ ഭംഗി നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. മൊത്തത്തില് പച്ച പുതച്ച് കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ കുന്ന്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ.
നമ്മൾ ഈ കുന്നിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നു നിന്ന ആ കാണുന്നത് നമ്മുടെ റാപ്പാലാണ് കേട്ടോ, കുറ്റിപ്പുറം റാപ്പാലം. കൂടാതെ നമ്മുടെ ഭാരതപ്പുഴയും ഈ ഒരു ഭാഗത്തായിട്ട് റെയിൽപാളം പോകുന്നുണ്ട്. അതിൽ കൂടെ നമുക്ക് ട്രെയിൻ പോകുന്നതൊക്കെ ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റൂട്ടാ. നമ്മുടെ ഈ വ്യൂ ഒക്കെ കിട്ടുന്ന ഈ ഒരു ഭാഗല്ലേ, ഇതാണ് കേട്ടോ ഈ കുന്നിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ ഈ കുന്നിൻ ചെരുവിലായിട്ട് നല്ല ഭംഗിയിൽ ഒത്തിരി മരങ്ങളുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാട്ടിലേക്കൊക്കെ പോകുന്നതിന്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ സമയത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട്. അവിടെ ഞങ്ങൾ ആ ഉള്ളിലേക്കൊക്കെ പോയ സമയത്ത് നമ്മൾ കിളികളുടെ ആ ഒരു സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടാ. ട്രെയിന് വരുന്നത് നോക്കിയിട്ട് കുറച്ച് സമയം അവിടെ നിന്നുട്ടാ. ട്രെയിനൊന്നും വന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇനി മറ്റേ ഭാഗമൊക്കെ കാണാൻ കരുതിയേ. ശേഷം നമ്മൾ ഇനി ഇതേ മൊത്തത്തിലൊന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല രസം കേട്ടോ. ആ പച്ചപ്പും ഇടക്ക് ഇങ്ങനെ പാറക്കല്ലുകളും അതുപോലെ ആകാശമൊക്കെ കാണാൻ എന്ത് രസാന്നറിയോ. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞതിനനുസരിച്ചിട്ട് കുറച്ച് ഫാമിലീസും കാര്യമൊക്കെ വന്ന്. നമ്മുടെ ഈ കുന്നിലെ ഈ ചെടി ഒന്ന് നോക്കി നിങ്ങള്. നമ്മൾ ആരെങ്കിലും നട്ട് പിടിപ്പിച്ച പോലെ ഒരേ ഷേപ്പില് നല്ല ഭംഗിയിൽ വന്നിട്ടില്ലേ. ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രല്ല കേട്ടോ, ഒത്തിരി സ്ഥലത്തായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിലുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ടേ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോണത് അറിയില്ല കേട്ടോ. പ്രത്യേകിച്ച് ഫ്രണ്ട്സിന്റെയും അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണ് ഇത്. നമ്മളിത് ഇതിന്റെ നടുഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈതാനം പോലാണ് കേട്ടോ. വളരെ വിശാലമായ സ്പേസിൽ നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിൽ വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഒരു മഴയുള്ള ദിവസമാണ് ഞങ്ങൾ പോയതെന്ന്. എന്ന് കരുതിയിട്ട് ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല വെയിലും അല്ലായിരുന്നു. അപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. നമ്മുടെ ഈ കുന്നിന്റെ അവിടെ നോക്കുകയാണെങ്കിലേ ഈ ചെങ്കല്ലിന്റെ പാറക്കഷ്ണങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ മറ്റു ഭാഗത്തൊക്കെ ഇങ്ങനെ പച്ച പുതച്ച് കിടക്കല്ലേ. അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഇരിക്കാനും സൊറ പറഞ്ഞിരിക്കാനും എന്തേലൊക്കെ കൊടുന്ന് കഴിക്കാനൊക്കെ പറ്റൂട്ടാ. ഇനിയിപ്പൊ ഞാൻ എന്തേലും കൊടുന്ന് തിന്നാൻ പറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ തിന്നണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന കവറോ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അവിടെ ഇട്ടിട്ട് പോവരുതിട്ടാ. അത് ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ശിക്ഷാർഹാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസ് ഒക്കെ നമ്മളായിട്ട് നശിപ്പിക്കാൻ നിൽക്കരുത്. അപ്പൊ ഇനി നമ്മൾ കുന്നിന്റെ വേറൊരു ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ ഒന്ന് നോക്കി. നല്ല ഭംഗിയിൽ പച്ച പുതച്ച് കിടക്കുന്ന പാടങ്ങളാണ് കേട്ടാ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പൊ നമ്മുടെ ചെല്ലൂർ കുന്ന് നിങ്ങൾക്ക് ഇഷ്ടായോ? നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഇതൊരു മസ്റ്റ് ട്രൈ സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്. അപ്പൊ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ.